ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് വളരെ താങ്ക്സ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീനിലെ നമ്പേഴ്സും കൂടെ കാണിക്കാമോ എന്ന്. ഈ പ്രാവശ്യം സ്ക്രീനിലെ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഫ്രോക്ക് നൈറ്റി ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഫ്രോക്ക് നൈറ്റി തയ്ച്ചാലോ? വായോ. അതിന് വേണ്ടി വേണ്ടത് നമുക്ക് 3 മീറ്റർ നൈറ്റി പീസാണ് കേട്ടോ വേണ്ടത്. നൈറ്റി പീസ് 3 മീറ്ററായിട്ട് ഷോപ്പുകളിൽ ലഭ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൽ നിന്ന് മുറിച്ചെടുക്കാനും പറ്റും. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 3 മീറ്റർ നൈറ്റി പീസും ഒരു 1/2 മീറ്റർ ഹക്കോബ മെറ്റീരിയലുമാണ്. ഈ ഹക്കോബ മെറ്റീരിയൽ നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഞാനൊരു ചെറിയ പീറ്റർ പാൻ കോളർ പോലെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ടാണ് ഹക്കോബ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. വേണ്ട, നിങ്ങൾക്ക് നോർമൽ ഒരു ഫ്രോക്ക് നൈറ്റി മതിയെങ്കിൽ ഹക്കോബ മെറ്റീരിയൽ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 3 മീറ്റർ നമ്മുടെ നോർമൽ നൈറ്റിക്കുള്ള മെറ്റീരിയൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നൈറ്റിയുടെ മെറ്റീരിയൽ ഇത് നല്ല വശമാണ്, നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ നൈറ്റി പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് എടുത്തതിന് ശേഷം നമുക്ക് നൈറ്റി പീസ് സേവ് ചെയ്ത് മടക്കണം. ഇപ്പോൾ മടക്കിയ പോലെ അല്ല, ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്ന് ഞാനൊരു 7 ഇഞ്ച് മൈനസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നൈറ്റിയുടെ അടിയിൽ ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് 45 ആയിരുന്നു. അതിനകത്തുനിന്ന് 7 ഇഞ്ച് മൈനസ് ചെയ്ത് 37 മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഫ്രില്ല് വേണ്ട എന്നാണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് വേണ്ട 37 മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതുപോലെ 37 എവിടെയാണോ വരുന്നത് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തുണി ഒന്ന് കറക്റ്റ് ലെവലിൽ 37 മാത്രം നമുക്ക് കിട്ടിയാൽ മതി 2 സൈഡിലും. അങ്ങനെ 2ആയിട്ട് നമുക്ക് മടക്കിയിടാം. അപ്പം നമുക്ക് ബാക്കി കിട്ടുന്ന ക്ലോത്ത് നീളത്തിൽ തന്നെ നമുക്ക് ഫ്രിൽസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. അതിനാണ് ഇങ്ങനെ മടക്കുന്നത്. ഇതാണ് തുണി സേവ് ചെയ്ത് മടക്കുന്ന ഒരു മെത്തേഡാണിത്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ 37 വരുന്നത് അവിടെയാണ്. അപ്പം നമ്മൾ ആ മടക്കിൽ വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 37 തന്നെ അപ്പുറത്തും കിട്ടും. കണ്ടില്ലേ? ഇപ്പം നമ്മൾ മടക്കുമ്പോൾ 37 അപ്പുറത്തും നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ബാക്കി വരുന്ന തുണി നമുക്കിങ്ങനെ സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് മടക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും കറക്റ്റ് 37 വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇതായിരിക്കും നമ്മുടെ നൈറ്റി, ഫുൾ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് പീസും ബാക്ക് പീസും ഈ പീസാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലോത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫ്രിൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ ഒരു 3 ഫ്രിൽസാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് തുണി അതിലും കൂടുതലുണ്ട്, അതുപോലെ തന്നെ ഫ്രിൽസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 4 എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 7 ഇഞ്ച് വീതം ഒരു 3 ഫ്രിൽസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് 3 നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമുക്കിവിടെ ഫ്രിൽസിന് വേണ്ടിയിട്ടുള്ള 3 പീസും കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മെറ്റീരിയൽ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഈ ബാക്കിയുള്ളത് നമുക്ക് സ്ലീവിന് വേണ്ടി മാറ്റി വയ്ക്കാം. സ്ലീവ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമ്മളിനിയും ബോഡി പാർട്ടാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡറാണ് വേണ്ടത്. ഇവിടെ ഞാൻ XXL സൈസിൽ ഉള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് XXL സൈസിൻ്റെ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ മെഷർമെൻറ്റ് എടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ വരുന്നത് 16 ഇഞ്ചിലാണ്. അപ്പം ആ 16ൻ്റെ പകുതി 8 ഇഞ്ച്. 8 ഇഞ്ചിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് 7 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ 7 ആണ്, ആംഹോളും 7 എടുത്താൽ മതിയാവും. പക്ഷേ ഞാനിവിടെ ഒരു 7.5 ആംഹോളിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി ലൂസ് വേണം, അതുകൊണ്ടാണ്.
അതിനുശേഷം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു 1.25 ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ആം ഹോൾ കർവിന് വേണ്ടിയിട്ടാണ്. അത് ആം ഹോൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. ചെസ്റ്റ് റൗണ്ട് കാണാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച് സീം അലവൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് എനിക്ക് 40 ആണ് വരുന്നത്. 40 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച് വരും. 10 ഇഞ്ചിൽ ആദ്യത്തെ മാർക്കിങ് കൊടുക്കുക. അതിനുശേഷം 2 ഇഞ്ച് അങ്ങോട്ട് മാറ്റിയിട്ട് സീം അലവൻസ് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, സൂം ചെയ്തെടുത്തുകൊണ്ടാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടുകയാണ്. അതിനുവേണ്ടി 1/2 ഇഞ്ച് താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആം ഹോൾ സ്കെയിൽ ഉപയോഗിച്ച് അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കർവ്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റാണ് വേണ്ടത്. വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ വേസ്റ്റ് വരെയുള്ള ലെങ്ത്ത് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് നമ്മുടെ വേസ്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ വരെയുള്ള മെഷർമെൻറ്റ് നമുക്ക് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ വരുന്നത് ഒരു 17 ഇഞ്ചിലാണ് വേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ആ 17 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 17 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആ 17 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാൻ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നമുക്ക് വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാനുള്ള ഫോർമുല വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 1.5 ഇഞ്ച് ഒരു സീം അലവൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൂടെ ഇടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റിനനുസരിച്ച് ഈ ഭാഗം ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ നമുക്കപ്പോൾ 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചെസ്റ്റ് മെഷർ ചെയ്ത പോയിൻറ്റും വേസ്റ്റ് മെഷർ ചെയ്ത പോയിൻറ്റും കൂടെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫ്ലെയർ എടുക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ നമ്മുടെ സീം അലവൻസ് എവിടെയാണോ നമ്മൾ വേസ്റ്റിന് മാർക്ക് ചെയ്ത് ആ ഭാഗത്തു നിന്ന് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് ഒന്ന് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതായിരിക്കും നമുക്ക് നല്ലോണം ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് കുറവ് ഫ്ലെയർ മതിയെങ്കിൽ ഈ ചരിച്ച് വെക്കുന്നത് കുറച്ചാൽ മതി. ഫ്രോക്ക് നൈറ്റിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വിടർന്ന് കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സീം അലവൻസിൻ്റെ അവിടുന്നും പിന്നെ നമ്മുടെ കറക്റ്റ് മെഷർ ചെയ്ത് അവിടുന്നും കൂടി നമ്മൾ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്ക് വിട്ട് മാർക്ക് ചെയ്യാം. നെക്ക് വിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് തന്നെ നെക്ക് വിട്ട് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തെടുക്കാം, മെഷർ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. നെക്ക് വിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ നമ്മുടെ നെക്ക് വിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ പോയിൻറ്റ്സ് വരുന്നത് വേണ്ട. അപ്പോൾ നമ്മൾ 40 ആണല്ലോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട്. 40 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 3.33 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു 3 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രയാണോ ഡീപ്പ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ 1/2 ഇഞ്ച് എക്സ്ട്രാ, 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് എടുത്തേക്കണം. കാരണം നമ്മൾ ഷോൾഡർ പിടിക്കുമ്പോഴും നെക്ക് ഫിനിഷ് ചെയ്യുമ്പോഴും കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും റൗണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഞാൻ റൗണ്ട് നെക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചായിരുന്നു. 3 ഇഞ്ചിൻ്റെ അവിടുന്ന്
ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് അതൊരു സ്ക്വയർ പോലെ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം ആം ഹോൾ കർവ് വെച്ചിട്ട് തന്നെ നമുക്ക് നെക്ക് ഒന്ന് വരേ. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക് നെക്കും കൂടെ ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 ആണ് എടുത്തിട്ടുള്ളത് ബാക്ക് നെക്ക്. നമുക്ക് ഫ്രണ്ട് നെക്കിനേക്കാളും കുറച്ച് കുറഞ്ഞ് മതി ബാക്ക് നെക്ക്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സെയിം മെത്തേഡ് തന്നെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ടിങ് മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഈ ലൈൻസിൽ കൂടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനിയും ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം. ഫ്രണ്ട് പാർട്ട് നെക്കും കട്ട് ചെയ്യാനുണ്ട്, ആം ഹോളും ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് കട്ട് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക. അത് നമുക്ക് 4ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. നമ്മുടെ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 5 ഇഞ്ചാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനൊരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവ് ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തിൻ്റെ കാൽക്കുലേഷൻ ഇതാണ്, ചെസ്റ്റ് -3/4. പക്ഷെ നമ്മൾ ഇപ്പം ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് ചെസ്റ്റ് -3/4 എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്ലോത്ത് സിംഗിൾ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് 2 പീസിൽ നിന്നും സ്ലീവ് എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷവും മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യം മുതൽ നമ്മൾ വീണ്ടും സ്ലീവ് ലെങ്ത്ത് കണ്ടുപിടിച്ചു. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് മാറ്റി ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പഫ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ഇഞ്ചാണ് നമ്മൾ അവിടെ എടുത്തേക്കുന്നത്. ബാക്കി അങ്ങോട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് ചെസ്റ്റ് -3/4 എന്നുള്ള മെഷർമെൻറ്റിൽ എത്രയാണോ കിട്ടുന്നത് ആ മെഷർമെൻറ്റാണ് അവിടെ എടുക്കേണ്ടത്. അതിനുശേഷം താഴോട്ട് നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അവിടെയും കൂടി നമ്മൾ ആദ്യമേ ചെയ്തില്ലേ 5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതേ 5 ഇഞ്ച് ഇവിടെയും കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം. അതിന് ശേഷം ആണ് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് /2 പ്ലസ് സീം അലവൻസ് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന മെഷർമെൻറ്റ് 5 ഇഞ്ച് നമുക്ക് പഫിന് വേണ്ടിയിട്ട് എടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ സീം അലവൻസും കൂടി ജോയിൻ ചെയ്ത ആ പോയിൻ്റ് നമ്മൾ 3.5 എടുത്ത ആ പോയിൻറ്റിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് 3.5 എടുത്ത പോയിൻറ്റിൽ നിന്ന് നമുക്ക് നേരെ ആ 5 എടുത്തില്ലേ, 5 എടുത്ത ആ ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ 3.5 മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് നമുക്ക് 5 മാർക്ക് ചെയ്ത ആ ഭാഗത്തെ മിഡ് പോയിൻ്റ് കാണണം. മിഡ് പോയിൻ്റ് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. നമ്മുടെ ഫ്രണ്ടിലത്തെ ആം ഹോൾ കുറച്ച് കുഴിഞ്ഞല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഇതുപോലെ കുഴിച്ച് വെട്ടി കൊടുക്കണം, കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. ഇപ്പം നമുക്ക് സ്ലീവിൻ്റെ ഒരു സ്ലീവേ ആയിട്ടുള്ളൂ. ഈ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത സ്ലീവും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതേ സ്ലീവ് നമുക്കിങ്ങനെ നൂർത്തിട്ടിട്ട് നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. രണ്ട് സ്ലീവും നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോള് നമ്മൾ കുഴിച്ചു വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഫ് വരേണ്ട ഭാഗമില്ലേ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ഡാർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വരെയാണ് നമുക്ക് പഫ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പഫ് ചെയ്തെടുക്കുന്നത്. ബാക്കി ഭാഗമാണ് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ആ 5 ഇഞ്ചിൽ നമുക്ക് പഫ് ചെയ്തെടുക്കണം. നമ്മൾ ആ 5 ഇപ്പം 6ഓ 7ഓ അങ്ങനെ നമുക്ക് ആക്കുവാണെങ്കിൽ നമുക്ക് അത്രയും പഫിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് പീറ്റർ പാൻ കോളർ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹക്കോവ മെറ്റീരിയൽ എടുത്തിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിലത്തെ പീസ് എടുക്കുക, ഫ്രണ്ടിലെ ബോഡി പാർട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചുളുക്കൊന്നുമില്ലാതെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ റൗണ്ട് ഇതുപോലെ ഹക്കോബ മെറ്റീരിയലിൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹക്കോബ മെറ്റീരിയൽ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒരു ഷേപ്പ്, നമ്മുടെ പീറ്റർ പാൻ കോളറിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പീറ്റർ പാൻ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമുക്ക് പീറ്റർ പാൻ കോളർ കിട്ടുന്നത്. നമ്മൾ ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പീറ്റർ പാനാണ് ചെയ്തെടുക്കുന്നത്. പീറ്റർ പാൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് ഒന്ന് കട്ട് കൊടുത്ത് 2 പീസായിട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ലൈനിങ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പീറ്റർ പാൻ കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ അരയ്ക്ക് ചേർത്ത് വെച്ച് നമ്മൾ 1 സൈഡ് ഫിനിഷ് ചെയ്തെടുക്കുക. 1 സൈഡ് മാത്രം ഫിനിഷ് ചെയ്താൽ മതി. അപ്പുറത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് തിരിച്ച് ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് 1 സൈഡ് മാത്രം ഇതുപോലെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 പീറ്റർ പാൻ കോളറും നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് അരക്ക് ചേർത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ 2 കോളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റി പീസിലോട്ട് അറ്റാച്ച് ചെയ്യാം. ദേ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് നമുക്ക് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് പീസ് നമ്മൾ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഹെം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ അറ്റം ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മടക്കി വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫ്രണ്ട് നെക്ക് ഫിനിഷായി കിട്ടും. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഹെം ചെയ്യേണ്ട ഭാഗം അകത്തോട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ നമ്മുടെ പീറ്റർ പാൻ ചെയ്തേക്കുന്ന പീസിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ മറ്റേ പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവിന് നമുക്ക് പഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പഫ് നമുക്ക് ആ മാർക്ക് ചെയ്ത് വെച്ച് ആ 5 ഇഞ്ചിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് പഫ് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് താഴെ സ്ലീവിൻ്റെ താഴെ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് താഴ്ഭാഗവും ഒരു ഞൊറിവ് പോലെ കിട്ടും. അതിനുവേണ്ടി നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നൊരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഇത്രയും വലിയ ഇലാസ്റ്റിക് എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാനത് നടുകെ മുറിച്ച് 2 പാർട്ടാക്കി അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് പോർഷൻ നമ്മുടെ ആം ഹോളിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഷോൾഡർ ഫിനിഷ് ചെയ്ത ക്ലോത്ത് നമ്മുടെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ അഴുക്ക വശം നമ്മളെ ഫേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ പഫ് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്ത് കിട്ടണം. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്.
സ്ലീവ് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്ത് ഇലാസ്റ്റിക്കും കൂടി വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗത്തു നിന്നും ഒരു 1.5 ഇഞ്ചെങ്കിലും ഗ്യാപ്പിൽ വേണം ഇലാസ്റ്റിക് വെക്കാൻ. കാരണം നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയും കൂടെ വേണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പേസ് വേണം. അത് കണ്ടിട്ട് നിങ്ങൾ ഇലാസ്റ്റിക് ഒരു 1.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എപ്പോഴും നമ്മൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ മാക്സിമം ടൈറ്റിൽ വലിച്ചു പിടിച്ചിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 സ്ലീവും നമുക്ക് ഇലാസ്റ്റിക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് സ്ലീവ് ജോയിൻ ചെയ്ത് നമുക്ക് സൈഡും കൂടെ ജോയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് നൈറ്റി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഫൈനൽ ലുക്ക് നിങ്ങൾ കാണണേ. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. ഉടനെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിലായിട്ട് ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്.